ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ബിന്ദു. പ്രധാന വാർത്തകൾ. ദ്വിരാഷ്ട്ര പര്യടനം തുടരുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഫ്രഞ്ച് നഗരമായ മാർസേയിൽ ഊഷ്മള വരവേൽപ്പ്. മാർസേയിലെ ആദ്യ ഇന്ത്യൻ കോൺസുലേറ്റ് പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാനത്ത് പോലീസിന്റെ പ്രവർത്തനം പരാജയപ്പെട്ടെന്ന് ചൂണ്ടിക്കാട്ടുന്ന ഉപക്ഷേപം ചർച്ച ചെയ്യാത്തതിൽ പ്രതിഷേധിച്ച് നിയമസഭയിൽ പ്രതിപക്ഷ വാക്കൌട്ട്. പോലീസിന് വീഴ്ച വന്ന എല്ലാ സന്ദർഭങ്ങളിലും കർശന നടപടി സ്വീകരിച്ചതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. സംസ്ഥാനത്തെ വന്യജീവി പ്രശ്നം പരിഹരിക്കാൻ അടിയന്തരമായി കർമ്മ പദ്ധതി രൂപീകരിക്കുമെന്ന് വനമന്ത്രി എ കെ ശശീന്ദ്രൻ. മഹാകുംഭമേളയിലെ പ്രധാന ചടങ്ങായ മാഘപൂർണിമ സ്നാനം പ്രയാഗ്രാജിൽ പുരോഗമിക്കുന്നു. ഇന്ത്യ ഇംഗ്ലണ്ട് ഏകദിന പരമ്പരയിലെ മൂന്നാമത്തെയും അവസാനത്തെയും മത്സരം ഇന്ന്. വാർത്തകൾ വിശദമായി. ദ്വിരാഷ്ട്ര പര്യടനം തുടരുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഫ്രഞ്ച് നഗരമായ മാർസേയിൽ ഊഷ്മള വരവേൽപ്പ്. മാർസേയിലെ ആദ്യ ഇന്ത്യൻ കോൺസുലേറ്റിന്റെ ഉദ്ഘാടനം പ്രധാനമന്ത്രി ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോനൊപ്പം ഇന്ന് നിർവഹിക്കും. പുതിയ കോൺസുലേറ്റ് പ്രവാസി ഇന്ത്യൻ സമൂഹത്തിന് പ്രയോജനം ചെയ്യുന്നതിനൊപ്പം ഇന്ത്യ മിഡിൽ ഈസ്റ്റ് യൂറോപ്പ് സാമ്പത്തിക ഇടനാഴിക്കും ഏറെ ഗുണം ചെയ്യും. ഫ്രഞ്ച് പ്രസിഡന്റിനൊപ്പം രാവിലെ മാർസേയിൽ എത്തിയ പ്രധാനമന്ത്രിക്ക് ഇന്ത്യൻ സമൂഹം ആവേശകരമായ സ്വീകരണമാണ് നൽകിയത്. മാർസേയിൽ വിവിധ പരിപാടികളിലും ശ്രീ മോദി ഇന്ന് പങ്കെടുക്കും. ലോക മഹായുദ്ധങ്ങളിൽ ജീവൻ നഷ്ടപ്പെട്ട ഇന്ത്യൻ സൈനികർക്ക് പ്രധാനമന്ത്രി ശ്രദ്ധാഞ്ജലി അർപ്പിക്കും. ഇൻഡോ ഫ്രാൻസ് സംരംഭമായ ഇന്റർനാഷണൽ തെർമോ ന്യൂക്ലിയർ എക്സ്പെരിമെന്റൽ റിയാക്ടർ ഇരു നേതാക്കളും സന്ദർശിക്കും. പാരീസിൽ ചേർന്ന 14ാമത് ഇന്ത്യ ഫ്രാൻസ് സിഇഒ ഫോറത്തെയും പ്രധാനമന്ത്രി ഫ്രഞ്ച് പ്രസിഡന്റിനൊപ്പം അഭിസംബോധന ചെയ്തിരുന്നു. പ്രതിരോധം, ഊർജ്ജം, വ്യോമയാനം, ബഹിരാകാശം തുടങ്ങിയ മേഖലകളിലെ പുതിയ നിക്ഷേപ സാധ്യതകൾ പ്രയോജനപ്പെടുത്താൻ ഫ്രഞ്ച് കമ്പനികളെ പ്രധാനമന്ത്രി ഇന്ത്യയിലേക്ക് ക്ഷണിച്ചു. ആഗോള നിക്ഷേപ കേന്ദ്രമെന്ന നിലയിൽ ഇന്ത്യ ലോക ശ്രദ്ധ ആകർഷിക്കുന്നതായും പ്രധാനമന്ത്രി പറഞ്ഞു. हमने भारत में एआई, सेमीकंडक्टर और क्वांटम मिशन लॉन्च किए हैं. डिफेंस में हम मेक इन इंडिया एंड मेक फॉर द वर्ल्ड को प्रोत्साहित कर रहे हैं. स्पेस टेक्नोलॉजी में हम नई ऊंचाइयां छू रहे हैं. इस सेक्टर को एफडीआई के लिए खोल दिया गया है. हम भारत को एक ग्लोबल बायोटेक पावर हाउस बना रहे हैं. इंफ्रास्ट्रक्चर विकास हमारे लिए प्राथमिकता का विषय है. പാരീസിൽ ഇന്നലെ നടന്ന എഐ ആക്ഷൻ ഉച്ചകോടിയിലും പ്രധാനമന്ത്രി പങ്കെടുത്തിരുന്നു. ഫ്രാൻസ് പര്യടനം പൂർത്തിയാക്കി ശ്രീ മോദി ഇന്ന് അമേരിക്കയിലേക്ക് തിരിക്കും. പാലക്കാട് ഇരട്ട കൊലപാതകം ഉൾപ്പെടെ സംസ്ഥാനത്ത് നടക്കുന്ന കുറ്റകൃത്യങ്ങൾ തടയാൻ പോലീസ് പരാജയപ്പെട്ടെന്ന് ചൂണ്ടിക്കാട്ടി പ്രതിപക്ഷം കൊണ്ടുവന്ന ഉപക്ഷേപത്തിന് അനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് നിയമസഭയിൽ പ്രതിപക്ഷ വാക്കൌട്ട്. പ്രതിപക്ഷത്തു നിന്നും എൻ ഷംസുദ്ദീൻ ആണ് ഉപക്ഷേപത്തിന് നോട്ടീസ് നൽകിയത്. സംസ്ഥാനത്തിന്റെ എല്ലാ ഭാഗത്തും പോലീസിന്റെ വീഴ്ചകളെക്കുറിച്ച് റിപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്നും അത് തടയാൻ സർക്കാരിന് സാധിക്കുന്നില്ലെന്നും പ്രതിപക്ഷം ചൂണ്ടിക്കാട്ടി. ക്രിമിനലുകളുമായി ബന്ധമുള്ള പോലീസുകാർ സംസ്ഥാനത്ത് കൂടിവരുന്നതായി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ആരോപിച്ചു. ഗുണ്ടകളുമായി നെക്സസുള്ള, ക്രിമിനലുകളുമായി നെക്സസുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ എണ്ണം വർദ്ധിക്കുന്നു. അവരെ നിലയ്ക്ക് നിർത്താൻ നിങ്ങൾക്ക് പറ്റുന്നില്ല. നിങ്ങൾ ഈ ഗുണ്ടകൾക്ക് പൊളിറ്റിക്കൽ പാട്രണേജ് കൊടുക്കുന്നു. പല സ്ഥലത്തും നിങ്ങളുടെ ആളുകളാണ് അവരെ സംരക്ഷിക്കുന്നത്. പോലീസിന്റെ ഹൈറാർക്കി തകരാറിലാണ്. ഇവിടെ ആ ഫോഴ്സിന് ഫംഗ്ഷൻ ചെയ്യാൻ പറ്റുന്നില്ല. പോലീസുകാർക്ക് വീഴ്ച വന്ന എല്ലാ സന്ദർഭങ്ങളിലും കർശനമായ നടപടി സർക്കാർ സ്വീകരിച്ചിട്ടുണ്ടെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ മറുപടി നൽകി. പാലക്കാട് ഇരട്ട കൊലപാതക കേസ് പ്രതി ചെന്താമരയെക്കുറിച്ച് പരാതി ലഭിച്ചപ്പോൾ പോലീസ് അതീവ ഗൌരവമായി കാണേണ്ടതായിരുന്നുവെന്നും വീഴ്ച വരുത്തിയ പോലീസ് ഉദ്യോഗസ്ഥനെ സസ്പെൻഡ് ചെയ്തതായും മുഖ്യമന്ത്രി പറഞ്ഞു. ചിലരുടെ ഭാഗത്തുനിന്ന് തെറ്റ് സംഭവിക്കുന്നതുകൊണ്ട് പോലീസ് സേനയെ മുഴുവൻ കുറ്റപ്പെടുത്തുന്നത് ശരിയല്ലെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. തെറ്റായൊരു കാര്യം പോലീസിന്റെ ഭാഗത്തുനിന്ന് സംഭവിച്ചാൽ ആ സംഭവിക്കുന്നതിനോട് സ്വീകരിക്കുന്ന സമീപനമെന്ത്? അതല്ലേ പ്രശ്നം. സംഭവത്തെ ന്യായീകരിക്കാൻ ഏതെങ്കിലും ഘട്ടത്തിൽ സർക്കാർ തയ്യാറായോ? ആ സംഭവത്തെ ഗൌരവമായി കണ്ട് അത് തെറ്റാണെന്ന് കണ്ട് ആ തെറ്റിന്റെ മേലെ നടപടിയെടുക്കാനല്ലേ തയ്യാറായത്? അതാണ് സർക്കാരിന്റെ പ്രത്യേകത. ഒരു തെറ്റിനെയും ന്യായീകരിക്കില്ല, ഒരു തെറ്റിനെയും അംഗീകരിക്കില്ല. ഏത് പോലീസ് ഉദ്യോഗസ്ഥനായാലും തെറ്റ് ചെയ്താൽ തെറ്റ് ചെയ്തവർക്കെതിരെ കർക്കശമായ നടപടിയുമുണ്ടാകും. മുഖ്യമന്ത്രിയുടെ മറുപടിയുടെ അടിസ്ഥാനത്തിൽ ഉപക്ഷേപത്തിന് സ്പീക്കർ അനുമതി നിഷേധിക്കുകയായിരുന്നു.
വന്യജീവി ആക്രമണം രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ പ്രശ്നം പരിഹരിക്കാൻ അടിയന്തരമായി ആക്ഷൻ പ്ലാൻ രൂപീകരിക്കുമെന്ന് വനംമന്ത്രി എ കെ ശശീന്ദ്രൻ. ഇതിനായുള്ള ചർച്ച പുരോഗമിക്കുകയാണെന്നും എ പ്രഭാകരന്റെ സബ്മിഷന് മറുപടിയായി മന്ത്രി നിയമസഭയെ അറിയിച്ചു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും ജനങ്ങളുടെയും സഹകരണത്തോടെ പ്രവർത്തനം ഊർജിതമാക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. കോഴിക്കോട് വിമാനത്താവള വികസനത്തിനായി 436 ഏക്കർ ഭൂമി ഏറ്റെടുക്കുന്നതിനുള്ള മാസ്റ്റർ പ്ലാൻ തയ്യാറായതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. മാസ്റ്റർ പ്ലാൻ അനുസരിച്ച് ഏറ്റെടുക്കേണ്ട ഭൂമിയുടെ കാര്യത്തിൽ തുടർ നടപടി സ്വീകരിക്കുന്നതിന് എയർപോർട്ട് ഡയറക്ടർക്ക് കത്ത് നൽകിയിട്ടുണ്ടെന്നും പി അബ്ദുൾ ഹമീദിന്റെ ശ്രദ്ധ ക്ഷണിക്കലിന് മറുപടിയായി മുഖ്യമന്ത്രി നിയമസഭയെ അറിയിച്ചു. യാത്രക്കാരുടെ സുരക്ഷിതത്വം, സൌകര്യം എന്നിവ ഉറപ്പുവരുത്തുന്നതിനായി നിരവധി വികസന പ്രവർത്തനങ്ങൾ ഇതിനകം നടപ്പിലാക്കിയിട്ടുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. മുഖ്യമന്ത്രിക്ക് വേണ്ടി മന്ത്രി വി അബ്ദുറഹിമാനാണ് മറുപടി നൽകിയത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR ന്യൂസ് _തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR ന്യൂസ് _TVM X ഹാൻഡിലും ലഭ്യമാണ്. അർദ്ധചാലക മേഖലയിലെ പ്രമുഖ സ്ഥാപനമായ ലാം റിസർച്ച് ഇന്ത്യയിൽ 10,000 കോടി രൂപയുടെ നിക്ഷേപം നടത്തുമെന്ന് അറിയിച്ചതായി കേന്ദ്ര ഇലക്ട്രോണിക്സ് IT മന്ത്രി അശ്വിനി വൈഷ്ണവ്. ഇന്ത്യയുടെ അർദ്ധചാലക മേഖലയിലെ പുത്തൻ നാഴികക്കല്ലാണ് ഇതെന്നും അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. രാജ്യത്തെ പ്രത്യക്ഷ നികുതി വരുമാനത്തിൽ 14.69% വളർച്ച രേഖപ്പെടുത്തിയതായി കേന്ദ്ര പ്രത്യക്ഷ നികുതി ബോർഡ്. ഈ സാമ്പത്തിക വർഷം 17,78,000 കോടി രൂപയാണ് വരുമാനം ലഭിച്ചത്. വ്യക്തിഗത ആദായ നികുതി വരുമാനം 9,47,000 കോടി രൂപയിലധികവും കോർപ്പറേറ്റ് നികുതി 7,78,000 കോടി രൂപയിലധികവും വർദ്ധിച്ചിട്ടുണ്ട്. മഹാകുംഭമേളയിലെ പ്രധാന ചടങ്ങായ മാഘപൂർണിമ സ്നാനം പ്രയാഗ്രാജിൽ പുരോഗമിക്കുന്നു. ലക്ഷക്കണക്കിന് തീർത്ഥാടകരാണ് ചടങ്ങിൽ പങ്കെടുക്കുന്നതിനായി എത്തിയിരിക്കുന്നത്. മാഘപൂർണിമയോട് അനുബന്ധിച്ച് വിപുലമായ ഗതാഗത ക്രമീകരണങ്ങളും സുരക്ഷാ സംവിധാനങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട്. കുംഭമാസ പൂജയ്ക്കായി ശബരിമല ക്ഷേത്രനട ഇന്ന് വൈകുന്നേരം 5-ന് തുറക്കും. കുംഭം 1 നാളെ മുതൽ 17 വരെ പൂജകളും അഭിഷേകവും നടക്കും. വെർച്വൽ ക്യൂ വഴിയും സ്പോട്ട് ബുക്കിംഗ് നടത്തിയും തീർത്ഥാടകർക്ക് ദർശനം നടത്താം. പമ്പയിൽ ജലനിരപ്പ് ക്രമീകരിക്കുന്നതിന് ഇന്നു മുതൽ 17 വരെ കുളാർ ഡാമിൽ നിന്ന് ജലം തുറന്നു വിടുന്നതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണം. അയോധ്യ രാമക്ഷേത്രത്തിലെ മുഖ്യ പൂജാരി ആചാര്യ സത്യേന്ദ്രദാസ് അന്തരിച്ചു. 85 വയസ്സായിരുന്നു. ലഖ്നൌവിലെ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് അന്ത്യം. UP മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ഉൾപ്പെടെയുള്ള പ്രമുഖർ അനുശോചനം രേഖപ്പെടുത്തി. ഗില്ലൻ ബാരി സിൻഡ്രോമിലെ ആദ്യ മരണം മുംബൈയിൽ റിപ്പോർട്ട് ചെയ്തു. വഡാല സ്വദേശിയായ 53-കാരനാണ് ഇന്നലെ രാത്രിയോടെ മരിച്ചത്. കഴിഞ്ഞ മാസം 23-നാണ് പനിയെ തുടർന്ന് ഇദ്ദേഹത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. 197 പേരാണ് നിലവിൽ രോഗബാധ സംശയിച്ച് ചികിത്സയിലുള്ളതെന്ന് മഹാരാഷ്ട്ര ആരോഗ്യ വിഭാഗം അറിയിച്ചു. വയനാട്ടിൽ വീണ്ടും കാട്ടാന ആക്രമണം. അട്ടമല വാഗമരത്തിന് സമീപം കാട്ടാനയുടെ ആക്രമണത്തിൽ ആദിവാസി യുവാവ് കൊല്ലപ്പെട്ടു. ഏറാട്ടുകുണ്ട് ഉന്നതിയിൽ കറുപ്പന്റെ മകൻ ബാലനാണ് മരിച്ചത്. സംസ്ഥാനത്തെ വന്യജീവി ആക്രമണം ചർച്ച ചെയ്യാൻ വനം മന്ത്രി ഇന്ന് ഉന്നതതല യോഗം വിളിച്ചിട്ടുണ്ട്. ഭക്തകവി സന്ത് രവിദാസ് ജയന്തി ദിനത്തിൽ ശ്രദ്ധാഞ്ജലി അർപ്പിച്ച് രാഷ്ട്രപതി ദ്രൌപദി മുർമു തന്റെ രചനകളിലൂടെ എല്ലാവർക്കും ഐക്യത്തിന്റെയും സാഹോദര്യത്തിന്റെയും സന്ദേശം നൽകിയ മഹാനായിരുന്നു സന്ത് രവിദാസ് എന്ന് രാഷ്ട്രപതി അനുസ്മരണ സന്ദേശത്തിൽ പറഞ്ഞു. 14-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന അദ്ദേഹം ഉത്തരേന്ത്യയിലെ ഭക്തി പ്രസ്ഥാനത്തിന്റെ സ്ഥാപകനായാണ് അംഗീകരിക്കപ്പെടുന്നത്. ഇന്ത്യ ഇംഗ്ലണ്ട് ഏകദിന പരമ്പരയിലെ 3ാമത്തെയും അവസാനത്തെയും മത്സരം ഇന്ന് അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ ഉച്ചയ്ക്ക് 1:30-നാണ് മത്സരം. ആദ്യ 2 ഏകദിനവും വിജയിച്ച ഇന്ത്യ പരമ്പര ഇതിനകം സ്വന്തമാക്കിയിട്ടുണ്ട്. ഉത്തരാഖണ്ഡിൽ നടക്കുന്ന 38ാമത് ദേശീയ ഗെയിംസിൽ 56 സ്വർണവുമായി സർവീസസ് 1-ാം സ്ഥാനത്ത് തുടരുന്നു. മഹാരാഷ്ട്ര 2-ാം സ്ഥാനത്തും കർണാടക 3-ാം സ്ഥാനത്തുമാണ്. കേരളം 11-ാം സ്ഥാനത്താണ്. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. സെൻസെക്സ് 92 പോയിന്റ് ഇടിഞ്ഞ് 76,202-ലും നിഫ്റ്റി 11 പോയിന്റ് നഷ്ടത്തിൽ 23,061-ലും വ്യാപാരം തുടരുന്നു. സ്വർണ്ണവില കുറഞ്ഞു. പവന് 560 രൂപ കുറഞ്ഞ് 63,520 രൂപയും ഗ്രാമിന് 7,940 രൂപയുമാണ് ഇന്നത്തെ വില. പ്രധാന വാർത്തകൾ വീണ്ടും. ദ്വിരാഷ്ട്ര പര്യടനം തുടരുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഫ്രഞ്ച് നഗരമായ മാർസേയിൽ ഊഷ്മള വരവേൽപ്പ്. മാർസേയിലെ ആദ്യ ഇന്ത്യൻ കോൺസുലേറ്റ് പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാനത്ത് പോലീസിന്റെ പ്രവർത്തനം പരാജയപ്പെട്ടെന്ന് ചൂണ്ടിക്കാട്ടുന്ന ഉപക്ഷേപം ചർച്ച ചെയ്യാത്തതിൽ പ്രതിഷേധിച്ച് നിയമസഭയിൽ പ്രതിപക്ഷ വാക്കൌട്ട്. പോലീസിന് വീഴ്ച വന്ന എല്ലാ സന്ദർഭങ്ങളിലും കർശന നടപടി സ്വീകരിച്ചതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. സംസ്ഥാനത്തെ വന്യജീവി പ്രശ്നം പരിഹരിക്കാൻ അടിയന്തരമായി കർമ്മപദ്ധതി രൂപീകരിക്കുമെന്ന് വനംമന്ത്രി എ കെ ശശീന്ദ്രൻ.
മഹാകുംഭമേളയിലെ പ്രധാന ചടങ്ങായ മാഘപൂർണിമ സ്നാനം പ്രയാഗ്രാജിൽ പുരോഗമിക്കുന്നു. ഇന്ത്യ ഇംഗ്ലണ്ട് ഏകദിന പരമ്പരയിലെ മൂന്നാമത്തെയും അവസാനത്തെയും മത്സരം ഇന്ന്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.